തൊണ്ടിമുതൽ കേസിൽ ശിക്ഷിക്കപ്പെട്ടതിന് തൊട്ടു പിന്നാലെ ആന്റണി രാജുവിനെതിരായ അച്ചടക്ക നടപടിക്ക് കേരള ബാർ കൗൺസിൽ വേണ്ടിവരും. വെള്ളിയാഴ്ച ചേരുന്ന ബാർ കൗൺസിൽ അച്ചടക്ക സമിതി വിഷയം പരിശോധിക്കും. ആന്റണി രാജുവിന് ബാർ കൗൺസിൽ നോട്ടീസ് നൽകും എന്നാണ് അറിയുന്നത്. ഹരിമോഹനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ഹരി, നടപടിയെടുക്കാതെ നിവൃത്തിയില്ല. അത്രമേൽ ഈ അഭിഭാഷക സമൂഹത്തെ മുഴുവൻ നാണക്കേടിലാക്കി. അണ്ടർവെയർ കേസ് അതിന് വേറൊരു പേരാണ് പറയുന്നത് എങ്കിൽ പേരും അങ്ങനൊരു പേരുമായി അത്രയും കള്ളൻ എന്ന പേരിൽ വിളിപ്പേരും ഇവർക്ക് വന്നു. ഇവർക്കല്ല, ഈ ആന്റണി രാജുവിന് വന്നു. അപ്പോൾ പ്രൊഫഷന് തന്നെ നീതീകരിക്കാനാവാത്ത നടപടിയാണ് ആന്റണി രാജുവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നടപടിക്ക് സാധ്യതയുണ്ട് അല്ലേ ഹരി? അരുൺ, തീർച്ചയായിട്ടും ഈ നിയമസഭാംഗത്വം പോകുന്നതിന് തൊട്ടുപുറകെ തന്നെ അഭിഭാഷക വൃത്തിയും നഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായി. ഒരു 10-30 വർഷത്തെ പഴക്കമുണ്ട് ഈ കേസിനെങ്കിൽ പോലും ഇപ്പോഴാണ് ഒരു ശിക്ഷാവിധി വരുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇതിനെ ബാർ കൗൺസിൽ അതീവ ഗൗരവ സ്വഭാവത്തിൽ തന്നെ എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതായത് അങ്ങേയറ്റം നാണക്കേടുണ്ടാക്കിയൊരു സംഭവമാണ്. അതായത് അഭിഭാഷക സമൂഹത്തിന് തന്നെ നാണക്കേടുണ്ടാക്കി. അത് കോടതിക്കുള്ളിൽ, കോടതിയുടെ തൊണ്ടി സെക്ഷനിൽ ഇരുന്നിട്ടുള്ള ഒരു തൊണ്ടി മുതൽ അത് അവിടെ ഉണ്ടായിരുന്ന ഒരു ജീവനക്കാരനെ സ്വാധീനിച്ചുകൊണ്ട് അവിടെ നിന്ന് അത് കൈവശപ്പെടുത്തി അതിൽ കൃത്രിമം നടത്തിക്കൊണ്ട് ഒരു പ്രതിയെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ നടത്തി എന്നുള്ളത് കോടതിയിൽ തെളിഞ്ഞു. കോടതി അതിനെ ശിക്ഷിച്ചിരിക്കുന്നു. അത് ഏതെങ്കിലും നിലയ്ക്ക് നടപടി എടുത്തില്ലെങ്കിൽ അത് അഭിഭാഷക സമൂഹത്തിന് തന്നെ വലിയ ഒരു തെറ്റായ സന്ദേശം നൽകുമെന്നുള്ള നിലപാടിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ അത് ഒരു നടപടിയിലേക്ക് കടക്കാനുള്ള തീരുമാനത്തിൽ ബാർ കൗൺസിൽ എത്തിയിരിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റൊരു പരാതികളും ലഭിക്കാതെ തന്നെ സ്വമേധയാ ഒരു അച്ചടക്ക നടപടിയിലേക്ക് കടക്കാൻ വേണ്ടി ബാർ കൗൺസിൽ തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഭാഗമായി വെള്ളിയാഴ്ച അച്ചടക്ക സമിതി ഈ വിഷയം പരിശോധിക്കും. ആദ്യഘട്ടം എന്നോണം നോട്ടീസ് നൽകും ആന്റണി രാജുവിന്. ആ നോട്ടീസ് നൽകിക്കൊണ്ട് പിന്നീട് ഈ അച്ചടക്ക സമിതിക്ക് മുന്നിൽ ആന്റണി രാജുവിന് പറയാനുള്ളത് എന്താണോ അത് കേൾക്കും. അതായത് ഒരു വിശദീകരണമല്ല, മറിച്ചൊരു വാദമാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുക. തുടർന്നായിരിക്കും ഇതിന്റെ ബാക്കി നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. അതായത് സന്നദ്ധ റദ്ദാക്കുന്നത് അടക്കമുള്ള നടപടിക്രമങ്ങളിലേക്ക് ബാർ കൗൺസിൽ കടക്കുമെന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ആന്റണി രാജുവിന് പറയാനുള്ള കാര്യങ്ങൾ, വാദങ്ങൾ എന്തൊക്കെയാണെന്ന് കേട്ടതിന് ശേഷം മാത്രമായിരിക്കും അത്തരമൊരു നീക്കം നടത്തുക. അതേസമയം തന്നെ അപ്പുറത്ത് ആന്റണി രാജു ഒരു അപ്പീൽ, ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി എത്തിയിട്ടുണ്ട്. അതായത് തന്നെ രാഷ്ട്രീയ പ്രേരിതമായി ഈ കേസിൽ കുടുക്കിയതാണ് എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് മറുവശത്ത് അത്തരമൊരു നീക്കവും നടക്കുന്നുണ്ടായിരുന്നു. ഓക്കെ ഹരി, ഈ ആന്റണി രാജു അതിനുശേഷം മാധ്യമങ്ങളെ കണ്ടിട്ടില്ലല്ലേ? വീട്ടിൽ അടച്ചിരിപ്പാണോ പുള്ളി? അതെ അരുൺ, അതിനുശേഷം മാധ്യമപ്രവർത്തകർ, പരിചയമുള്ള മാധ്യമപ്രവർത്തകർ വിളിക്കുമ്പോൾ ഫോൺ എടുക്കുന്നില്ല, മാധ്യമപ്രവർത്തകരെ ഫ്ളാറ്റിലേക്ക് കയറ്റുന്നില്ല, മാധ്യമപ്രവർത്തകരോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. അതായത് ഒരു തരത്തിലുള്ള പ്രതികരണത്തിനും ആന്റണി രാജു തയ്യാറാകുന്നില്ല എന്നുള്ളതാണ്. ഈ പൊതുപരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, പൂർണ്ണമായിട്ടും ഫ്ളാറ്റിനുള്ളിൽ അടച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ ദിവസങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിച്ചത്. പ്രത്യേകിച്ച് ഈ ശിക്ഷാവിധി ഇറങ്ങി വരുന്ന സമയത്ത് പോലും ആന്റണി രാജു പ്രതികരിച്ചില്ല. ആ ശിക്ഷാവിധിക്ക് തൊട്ട് മുൻപുണ്ടായിരുന്ന ഒരു പ്രതികരണം മാത്രമാണ് ഇപ്പോൾ പൊതുസമൂഹത്തിന് മുന്നിലുള്ളത്. അതിനുശേഷം ആന്റണി രാജുവിന് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഇതുവരെ ഒരെത്തും പിടിയും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാലും ഇനിയിപ്പോൾ എപ്പോഴാണ് പ്രതികരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനെ ആ പഴയ നിലപാട് തന്നെയാണോ, അതോ ഈ ശിക്ഷാവിധി പ്രഖ്യാപിച്ച നെടുമങ്ങാട് കോടതി ആ കേസ് കൃത്യമായി പരിഗണിച്ചില്ല എന്നതടക്കമുള്ള വാദങ്ങളാണോ എന്താണെന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഈ അഭിഭാഷകനുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് അറിയാൻ കഴിഞ്ഞത് അപ്പീൽ പോകാനുള്ള തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് എന്നുള്ളതാണ്. ഓക്കെ, താങ്ക് യു. ഹരിയാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും വല്ലാത്ത നാണം കെട്ട ഒരു പരിപാടിയായി പോയിട്ടു.